വ്യാഴം അധിപനായി വരുന്ന കുംഭത്തിന്റെയും മീനത്തിന്റെയും സവിശേഷതകൾ ഒത്തുചേരുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. ആഴത്തിലുള്ള ചിന്താശേഷിയും അചഞ്ചലമായ ലക്ഷ്യബോധവും ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനക്കരുത്തും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. രണ്ട് മുഖങ്ങളുള്ള നക്ഷത്രമെന്ന് പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പൂരുരുട്ടാതിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് ഇരട്ടത്താപ്പിനെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ലൗകികമായ വിജയങ്ങളും ആത്മീയമായ ഔന്നത്യവും ഒരേപോലെ കൈപ്പിടിയിലൊതുക്കാനുള്ള നിങ്ങളുടെ അസാധാരണമായ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. 2026 ലോകം തന്നെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങൾക്കും എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ മൂലം സംഭവിച്ച പാളിച്ചകൾക്കും ഒരു അറുതി വരാൻ പോകുന്നു എന്ന ശുഭവാർത്തയോടെ വേണം ഈ മാസത്തെ നിങ്ങൾ സ്വീകരിക്കാൻ. മഞ്ഞുരുകി വസന്തം വരുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതത്വത്തിന്റെ മൂടൽമഞ്ഞ് ഈ മാസം നീങ്ങാൻ തുടങ്ങും. കർമ്മരംഗത്ത് നിങ്ങൾ വിതച്ച വിത്തുകൾ മുളപൊട്ടുന്ന കാഴ്ച നിങ്ങൾക്ക് ദർശിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അതൊരു പുതിയ ജോലിയോ വിദേശ യാത്രയോ അല്ലെങ്കിൽ തകർന്ന ബന്ധത്തിന്റെ പുനഃസ്ഥാപനമോ ആകാം. അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഈ മാസത്തിന്റെ ആദ്യവാരങ്ങളിൽ തന്നെ കണ്ടു തുടങ്ങും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ദീർഘവീക്ഷണമുള്ളവരാണ്. എന്നാൽ പലപ്പോഴും സ്വന്തം കഴിവുകളെ സംശയിക്കുന്ന ഒരു ശീലം നിങ്ങളെ പിന്നോട്ട് വലിക്കാറുണ്ട്. 2026 ഏപ്രിൽ മാസം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ്: നിങ്ങളെ തന്നെ വിശ്വസിക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയത്തെയല്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയെയാണ് നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത്. ഈ മാസഫലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയുണ്ടാകും? തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും നേട്ടങ്ങളും എന്തൊക്കെയാണ്? കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കുമോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെയും എന്നാൽ ലളിതമായും നമുക്ക് വിശകലനം ചെയ്യാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേവലം പ്രവചനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതപാതയിൽ വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയാണ്. ഓർക്കുക, നക്ഷത്രങ്ങൾ വഴി കാണിച്ചു തരും, പക്ഷേ നടക്കേണ്ടത് നമ്മളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ വസന്തകാലം എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ വാക്ചാതുര്യം, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും മറ്റുള്ളവരെ ആകർഷിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീട് നിർമ്മാണം, വസ്തു കൈമാറ്റം തുടങ്ങിയവയിൽ പുരോഗതിയുണ്ടാകും. വിദേശത്ത് ജോലി നോക്കുന്നവർക്കോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ അനുകൂലമായ അറിയിപ്പുകൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മാസമാണിത്. സാമ്പത്തികമായി നോക്കിയാൽ ഈ മാസം വലിയ വെല്ലുവിളികൾ ഇല്ലെങ്കിലും കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് മുടക്കം കൂടാതെ പണം ലഭിക്കും. കുടിശ്ശികയായി കിടന്ന തുകകൾ അപ്രതീക്ഷിതമായി കൈവരും. ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് ഈ മാസം ഗുണകരമാണ്. എന്നാൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. അതിനാൽ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക. പഴയ കടങ്ങൾ വീട്ടിൽ തീർക്കാൻ സാധിക്കും. എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. ഓഫീസിലെ ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് സമാധാനപരമായി പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജോലി തേടുന്നവർക്ക് മാസാന്ത്യത്തോടെ നല്ല അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഒരുമിച്ചുള്ള യാത്രകൾക്ക് സാധ്യതയുണ്ട്. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. അവരുടെ പഠന കാര്യത്തിലോ കരിയറിലോ വലിയ പുരോഗതി ദൃശ്യമാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി ആലോചിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമാകും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വിശേഷങ്ങളിൽ പങ്കെടുക്കും. സാമൂഹികമായ നിങ്ങളുടെ പദവി ഉയരും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം ആ ചിന്തകൾ കൂടുതൽ ദൃഢമാകും. മനസ്സിന് സമാധാനം ലഭിക്കുന്നതിനായി ധ്യാനം, യോഗ തുടങ്ങിയവയിൽ ഏർപ്പെടും. ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും.
മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ മാസം കൂടുതൽ പ്രകടമാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മാനസിക സംതൃപ്തി ലഭിക്കും. പ്രതിസന്ധികളെ ആത്മീയമായ ഉൾക്കാഴ്ചയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വിശ്രമം എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ പരിവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിൻ്റെതാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും. അധ്യാപകരുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ കരുത്താകും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിന്റെ രണ്ടാം പകുതി ഗുണകരമാണ്. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. എങ്കിലും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. താമസിക്കുന്ന വീട് നവീകരിക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യതയുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നത് ഗുണകരമാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശിവഭജനം അതീവ ഗുണകരമാണ്. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക് എന്നിവ നടത്തുക. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സാധിക്കുമെങ്കിൽ ഈ മാസം ഒരു തവണ ഗുരുവായൂർ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയോ ചെയ്യുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് മനക്ലേശങ്ങൾ മാറാൻ സഹായിക്കും. നീരാജനം കൊളുത്തുന്നതും ശനിദോഷ നിവാരണത്തിന് ഉത്തമമാണ്. ദിവസവും വൈകുന്നേരങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. രാവിലെ സൂര്യോദയത്തിന് മുൻപ് 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓം അജൈകപാതേ നമഃ എന്ന പൂരുരുട്ടാതി മന്ത്രം ദിവസവും 27 തവണ ജപിക്കുന്നത് നക്ഷത്ര ദോഷങ്ങൾ നീങ്ങാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ, പേന അല്ലെങ്കിൽ മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നത് ഗുരുപ്രീതിക്ക് കാരണമാകും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രമോ മഞ്ഞപ്പഴമോ മഞ്ഞ ധാന്യങ്ങളോ നിർധനർക്ക് ദാനം ചെയ്യുക. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ഏതു വലിയ ദോഷത്തെയും ലഘൂകരിക്കും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് അന്നദാനത്തിൽ പങ്കുചേരുക. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. ഗുരുതുല്യരായ വ്യക്തികളെ അപമാനിക്കരുത്. അവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വ്യാഴദോഷം കുറയ്ക്കും. വ്യാഴാഴ്ചകളിൽ സസ്യാഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഔദ്യോഗിക രംഗത്തെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ദിവസവും രാവിലെ പക്ഷികൾക്കോ മറ്റു മൃഗങ്ങൾക്കോ ഭക്ഷണവും വെള്ളവും നൽകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ മാസം വാക്കുകളിൽ മിതത്വം പാലിക്കണം. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് വേദനയുണ്ടായാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് എപ്പോഴും ശുഭചിന്തകൾ മാത്രം വച്ചു പുലർത്തുക. ഈ പരിഹാരങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ വെല്ലുവിളികളെ അതിജീവിച്ച് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരകൃപ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചുരുക്കത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വഴി തുറക്കുന്ന മാസമാണ്. ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും കൊണ്ട് അവയെല്ലാം മറികടക്കാൻ സാധിക്കും. പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങളെ സമീപിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും തന്നെയാണ് നിങ്ങളുടെ ഈ മാസത്തെ വിജയത്തിന്റെ താക്കോൽ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക.